നമസ്കാരം. ഇത് ആക്ടർ ബാല ഇച്ചിരി ലൈവ് പോയി, പക്ഷെ കട്ടായി. എനിക്കിത് പരിചയമില്ല. ഈ ലൈവ് വരുന്ന ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ വരുന്നതൊക്കെ ഒരു റീസൺ ഉണ്ട്. നമ്മുടെ യൂട്യൂബർ അജു അലക്സ്, അതായത് ചെകുത്താൻ, അവൻ ചെയ്ത ഒരു കാര്യം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. ഒരു 8-10 മാസം മുമ്പ് ഇതല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ ഞാൻ തുറന്നു പറഞ്ഞതല്ലേ. എല്ലാ ചാനലിലെയും ചർച്ച നടന്നു. ഞാൻ എന്താ ശ്രമിച്ചത്, ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്ത് പാവമാ ചെയ്തത് പറയും. അന്ന് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഇവൻ ഒരു വിഷമാണ്, ചെയ്യുന്നത് പ്രവൃത്തികളെല്ലാം മോശമാണ്, വേണ്ട നിർത്തണം പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷെ എല്ലാ മീഡിയയിലും എന്തൊക്കെ ന്യൂസ് വന്നു. തോക്കെടുത്തു, വയലൻസ് ചെയ്തു, പല ഓട്ടെ. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കി. പക്ഷെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വയനാടെന്ന് പറയുന്നത് ഈ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റോടെ പ്രശ്നമാണോ? ഇല്ല. ഇതൊരു ഹ്യൂമാനിറ്റിക്ക് അഗേൻസ്റ്റ് ആണ്. ഒരു വലിയ ഒരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്നു. മനുഷ്യർക്ക് നടന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ അത് കേരള സംഭവിച്ചു പോയി. അപ്പൊ അതിനുവേണ്ടി മിലിറ്ററിയും ഒരുപാട് പേര് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ നാട്ടിൽ നിന്നും ഇതിനുവേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് വേണ്ടിയും കേരള മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും. ഇത് മറ്റവരുടെ പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെ പ്രശ്നമാണ്. അതിലേയും കയറി ഒരു കമന്റ് അടിച്ച് ഇത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അജു അലക്സ്. ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതല്ലേ, 8-10 മാസം മുമ്പ്. ശരി, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തെടുക്കണം. അത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട് എനിക്ക് എന്താ സംഭവിച്ചത്, എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ വേദന വന്നു, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ കുറിച്ച് ലാലേട്ടൻ ഒരു 3 കോടി രൂപ കൊടുത്തു. ഒരുപാട് ഇത് അറിയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, അറിയാത്ത കാര്യങ്ങൾ കുറേ ഉണ്ട്. ഞാൻ പറയുന്നത് ഒരേ ഒരു ചെറിയ ഒരു കാര്യമാണ്. ചെറിയ ഒരു കാര്യം ചിന്തിക്കുക. ചെയ്യുന്നവർ, നന്മ ചെയ്യുന്നവർ ചെയ്യാത്തവരെ കുറിച്ച് ഏതെങ്കിലും കമന്റ് പറയുന്നുണ്ടോ? ഇല്ല. ചെയ്യാത്തവരെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടോ? ചെയ്യുന്നവർ. പിന്നെ എന്തിനാ ചെയ്യാത്തവർ മാത്രം ചെയ്യുന്നവരെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുക, ഒരു വ്യക്തിത്വത്തെ അറ്റാക്ക് ചെയ്യുക, അവർ കുടുംബം, അവരുടെ ഭാര്യ, മക്കള്. പടത്തെ കുറിച്ച് റിവ്യൂ ചെയ്യും, ഒരു പ്രശ്നമില്ല. ആക്ടിങ്ങിനെ കുറിച്ച് റിവ്യൂ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അജു അലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ചെകുത്താന് ജാമ്യം ലഭിച്ചു. ഇന്നലെ രാത്രിയോട് കൂടി അതിൻ്റെ വാർത്തകളൊക്കെ വന്നതാണ്. ജാമ്യം ലഭിച്ചതിൻ്റെ വാർത്തകളൊക്കെ വന്നതാണ്. ഇതിനു മുമ്പ് ചെകുത്താൻ ഒളിവിൽ പോയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വല്ല വാർത്തയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. ശരിക്കും ചെകുത്താൻ ഒളിവിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ നേരെ ചെന്ന് ഹാജരാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ന്യൂസ് ചാനലുകളൊക്കെ വന്നത് ചെകുത്താൻ ഒളിവിലാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു. അതുപോലെ ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞതും എനിക്ക് അത്ര വിശ്വാസമായി ഉണ്ടായിരുന്നില്ല. കാരണം മോഹൻലാലിനെ പോലെ ഒരാളെ അപകീർത്തിപരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ചെകുത്താന് യഥാർത്ഥത്തിൽ ജാമ്യം ലഭിക്കുകയും അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള മറുപടികളൊന്നും ചെകുത്താൻ നൽകിയില്ല. ഈ അജു അലക്സ് നൽകിയില്ല. ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പോലും കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. അത് ജാമ്യ വ്യവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാനാണ് സാധ്യതയുള്ളത്. അതുപോലെ നമ്മുടെ ചെകുത്താനെ കുറിച്ച്, ബാലയുടെ വിഷയം നമുക്കറിയാമല്ലോ. ബാല തോക്കുമായി ചെകുത്താൻ്റെ വീട്ടിലേക്ക് ചെന്നു എന്നുള്ള തരത്തിലുള്ള കേസുകളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ വിവാദത്തിൽ മുമ്പ് ചെകുത്താൻ പെട്ടതാണ്. അത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ബാല ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, ചെകുത്താനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അതുപോലെ ലാലേട്ടനെ ചെകുത്താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ബാല വന്നിരുന്നു. നമുക്ക് ബാലയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഈ ലൈവ് വരുന്ന ഒരു റീസൺ ഉണ്ട്. ഇപ്പൊ വരുന്നതൊക്കെ ഒരു റീസൺ ഉണ്ട്. നമ്മുടെ യൂട്യൂബർ അജു അലക്സ്, അതായത് ചെകുത്താൻ, അവൻ ചെയ്ത ഒരു കാര്യം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. ഒരു 8-10 മാസം മുമ്പ് ഇതല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ ഞാൻ തുറന്നു പറഞ്ഞതല്ലേ. എല്ലാ ചാനലിലെയും ചർച്ച നടന്നു. ഞാൻ എന്താ ശ്രമിച്ചത്, ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്ത് പാവമാ ചെയ്തത് പറയും. അന്ന് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഇവൻ ഒരു വിഷമാണ്, ചെയ്യുന്നത് പ്രവൃത്തികളെല്ലാം മോശമാണ്, വേണ്ട നിർത്തണം പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷെ എല്ലാ മീഡിയയിലും എന്തൊക്കെ ന്യൂസ് വന്നു. തോക്കെടുത്തു, വയലൻസ് ചെയ്തു, പല
പോട്ടെ, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത്, ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കി. പക്ഷെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ലാലേട്ടൻ വയനാട് എന്ന് പറയുന്നത് ഈ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റോടെ പ്രശ്നമാണോ? ഇല്ല. ഇതൊരു ഹ്യൂമാനിറ്റിക്ക് അഗേൻസ്റ്റ് ആണ്. ഒരു വലിയ ഒരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്നു. മനുഷ്യനുക്ക് നടന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ അത് കേരള സംഭവിച്ചു പോയി. അപ്പൊ അതിനു വേണ്ടി മിലിറ്ററിയും ഒരുപാട് പേര് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ നാട്ടിൽ നിന്നും ഇതിനു വേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് വേണ്ടിയും കേരള മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും. ഇത് മറ്റവരുടെ പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെ പ്രശ്നമാണ്. അതിലേയും കയറി ഒരു കമന്റ് അടിച്ച് ഇത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അജു അലക്സ്. ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതല്ലേ, 8-10 മാസം മുമ്പ്. ചെറിയ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തെടുക്കണം. അത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് എന്താ സംഭവിച്ചത്, എന്റെ കുടുംബത്തിന് എന്തൊക്കെ വേദന വന്നു, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്റെ ജീവിതത്തില്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഈ ഒരു കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബാലയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി എന്നാണ് ബാല പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടനെ കുറിച്ച് ചെകുത്താൻ പറഞ്ഞ കാര്യങ്ങളും വളരെ മോശമായി പോയി എന്നും ബാല പറയുന്നുണ്ട്. ഇത് ബാല പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. 8-10 മാസങ്ങൾക്ക് മുമ്പ് ബാലയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം, അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ വലിയൊരു ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതിനെ നമ്മൾ മറികടക്കാൻ വേണ്ടി അവിടെയുള്ളവരെയൊക്കെ നമ്മൾ പുതിയൊരു വാസസ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ താമസ സൗകര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുകയാണ്. അവർക്കുള്ള സഹായങ്ങൾ നേടാനും അങ്ങനെ കേരളത്തിലുള്ള എല്ലാവരും സഹായിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ അവിടേക്ക് ആർമി വേഷത്തിൽ തന്നെ പോവുകയാണ്. അങ്ങനെ ലാലേട്ടൻ അവിടേക്ക് പോയപ്പോൾ അത് ചെകുത്താന് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാകണം. കാരണം ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടനെ കണ്ണെടുത്താൽ കാണാത്ത ഒരാളെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരാളാണ് ചെകുത്താൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തൊരു വിഷയം ഉണ്ടായാലും കേരളത്തിലായാലും എവിടെ എന്ത് വിഷയം ഉണ്ടായാലും അതിൽ മോഹൻലാലിനെ പറയാത്ത ഒരു വീഡിയോ പോലും ചെകുത്താൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇൻ്റർവ്യൂകളിലായാലും മോഹൻലാലിനോട് എന്താണ് വിദ്വേഷം, ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും അവിടെയും കുറേ ലാലേട്ടനെ കുറേ കളിയാക്കണം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രത്യേക വിരോധം മോഹൻലാലിനോട് മാത്രമായിട്ട് ചെകുത്താനുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. അതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. ചെകുത്താന് ലാലേട്ടനോട് എന്തെങ്കിലും ഒരു വിദ്വേഷമുള്ള പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ചെകുത്താൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, അയാൾ പറയുന്ന വിമർശനങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 2 സൈഡ് ഉണ്ട് ആൾക്ക്. ഒരു വ്യക്തിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സൈഡ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ ആളെ അന്ന് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആളെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സൈഡ്. ഭയങ്കര മോശമായിട്ട് ഒരാൾ അതുപോലെ വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തു പോവുക. അത് കഴിഞ്ഞ് മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ മിക്കവാറും ശരിയായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ലാലേട്ടൻ അവിടെ പോയത് നല്ലൊരു കാര്യം തന്നെയാണ്. അവിടെയുള്ളവർക്കൊക്കെ, രക്ഷാപ്രവർത്തകർക്കൊക്കെ കൂടുതൽ ആവേശമേ ഉണ്ടാകുകയുള്ളൂ. ലാലേട്ടൻ അവിടെ ചെന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ഒത്തൊരുമ എടുക്കുന്നുണ്ട്. കേരളത്തിലുള്ളവർ എല്ലാവരും ഒരുമിച്ചാണ്, എല്ലാവരും അവരോടൊപ്പം ഉണ്ട്. അങ്ങനെയുള്ളൊരു സപ്പോർട്ട് നൽകാൻ കൂടിയാണ് ലാലേട്ടൻ പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ലാലേട്ടൻ ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലഫ്റ്റനന്റ് കേണലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ, പ്രത്യേകിച്ച് വയനാട്ടിലുണ്ടായത് കൊണ്ട് തന്നെ അവിടേക്ക് ലാലേട്ടന് പോകേണ്ടതായിട്ടും വന്നു. അത് ഇത്ര വലിയ വിവാദമാക്കേണ്ട ഒരു കാര്യവും ചെകുത്താന് ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ഇത്ര വലിയൊരു വിവാദമാക്കേണ്ട കാര്യം ചെകുത്താന്? വിവാദമാക്കുക മീൻസ് ഇത്രയും മോശമായ രീതിയിൽ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കേണ്ട കാര്യം, അഥവാ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വിമർശിക്കാമായിരുന്നു.
ഇതുപോലെ അധിക്ഷേപിച്ചിട്ടാകരുത്. ആ വീഡിയോകളൊന്നും നമുക്ക് കാണിക്കാൻ കൊള്ളില്ല. അതുപോലെയാണ് ലാലേട്ടനെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ ഒരു കാര്യം വരുമ്പോൾ AMMA അവർ ഓൾറെഡി ഇതിനു മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. കേസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മറ്റൊരാൾ ഈ ചലച്ചിത്ര താരങ്ങളൊക്കെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു. അതിന് ഒരാളെ അറസ്റ്റ് ചെയ്ത് എഴുതി വാങ്ങി, ഇനി മേലാക്കം ഉണ്ടാകില്ല എന്ന് എഴുതി വാങ്ങി പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഇവർ ഓൾറെഡി ഇതൊക്കെ, അതായത് ചലച്ചിത്ര താരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവരെ വളരെ മോശമായ രീതിയിൽ പറയുന്നവർക്കെതിരെ. ശരിക്കും അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളായിരിക്കും ഒരുപക്ഷെ സിനിമാ പ്രവർത്തകർ മാത്രമല്ല, പറഞ്ഞു വരുമ്പോൾ സിനിമാ പ്രവർത്തകർ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാത്ത പൊതുവെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളുകളാണ് സിനിമാ പ്രവർത്തകർ. അവരെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട, അവർ വിമർശിച്ചോട്ടെ, പക്ഷെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരെ ഇവർ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി ആദ്യമായി ഒരു കേസ് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പോൾ ചെകുത്താനിലേക്ക് എത്തി നിൽക്കുകയാണ്. ചെകുത്താനെ സംബന്ധിച്ചിടത്തോളം ചെകുത്താൻ വളരെയധികം മോശമായിട്ടാണ് ലാലേട്ടനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോഴും ആ വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അത് ഡിലീറ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. പിന്നെ ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നത് കേട്ടു, ഞാനും വിമർശിക്കുക തന്നെ അല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു മോശമായിട്ടൊരു വാക്ക് ചെകുത്താനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചെകുത്താൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെകുത്താൻ എന്നായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതുപോലും പറയില്ല. മാത്രമല്ല അദ്ദേഹം എന്നാണ് ഞാൻ വിളിക്കുന്നത്, അല്ലാതെ അയാളെന്നോ അങ്ങനെയൊന്നും ഞാൻ വിളിച്ചതായിട്ടറിയില്ല. അയാളെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. കമൻ്റ് ഇടുന്നതുകൊണ്ട് അതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞാണുണ്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചെകുത്താനെ സംബന്ധിച്ചിടത്തോളം ചെകുത്താൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും മാറ്റി, അതായത് വിമർശനം കറക്റ്റായിട്ട് ആൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൾക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. ആ ഒരു അവകാശത്തിൻ്റെ അതിര് കടക്കാത്ത രീതിയിൽ, സൗമ്യമായ രീതിയിൽ അതിനെ വിമർശിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ സംസാരിക്കും. പിന്നെ വേറൊരു സംഭവം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെകുത്താൻ്റെ പേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ എന്ത് വിഷയം ഇട്ടാലും ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് പേരെങ്കിലും പോസിറ്റീവ് ഇടാനുണ്ടാവും. പക്ഷേ ഈ ചെകുത്താൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തെറി വിളിക്കാൻ, തങ്ങളുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ചെകുത്താൻ്റെ യൂട്യൂബ് ചാനലുകളുടെ അടിയിൽ കമൻ്റ് ഇടുന്നവരുടെ വീഡിയോ ഇത് വരുന്നത്. അതായത് കമൻ്റ് ഇടുന്നവർ ചെയ്യുന്നത് അവരെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഇടമായിട്ടായിരിക്കണം ഒരു പക്ഷേ ഇവരിത് കാണുന്നുണ്ടാവുക. അല്ലാതെ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ചെകുത്താൻ്റെ പേജിൽ പോയിട്ട് പോസിറ്റീവായിട്ടിട്ടില്ലെങ്കിലും ഇത്രയും മോശമായി, ചെകുത്താനേക്കാളും മോശമായിട്ടുള്ള രീതിയിലുള്ള തെറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കമൻറ്റിൽ പറയുന്നത്. നിയന്ത്രിക്കുകയാണെങ്കിൽ ഇവരെയും കൂടി നിയന്ത്രിക്കണം. എത്ര പേരെ നിയന്ത്രിക്കുന്ന അറിയില്ല. ഇവരെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മൊത്തം കമൻറ്റ് ബോക്സിലാണ്. കമൻറ്റ് ബോക്സിൽ ശരിക്കും മാന്യമായിട്ട് കമൻറ്റ് ഇടാനായിട്ട് ഇവർക്കും പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ചെകുത്താൻ്റെ അമ്മ എന്ന് ഞാൻ പറയുന്നില്ല, അജു അലക്സിൻ്റെ അമ്മ, ചെകുത്താൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഇതാണല്ലോ, അജു അലക്സിൻ്റെ അമ്മ, എനിക്ക് തെറ്റുപറ്റിയതാണ്. ചെകുത്താൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു ഇതാണ്. നമ്മുടെ അജു അലക്സിൻ്റെ അമ്മ ഇന്നലെ പറയുന്നത് കേട്ടു, ചെകുത്താൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാണ്, അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടു. അത് ആ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ശരിക്കും വളരെ, എനിക്ക് ആ സമയത്ത് തന്നെ വളരെ വിഷമം തോന്നിയിരുന്നു. കാരണം ചെകുത്താൻ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആൾക്ക് നന്മയുണ്ടെന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ ആൾ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആൾ പറയാറുണ്ട്. പക്ഷെ ആ പറയുന്ന രീതി മാത്രമേ മോശമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഒരുപാട് നാൾ ജയിലിലിടാനുള്ള ഒരു തെറ്റൊന്നും ആൾ ചെയ്തിട്ടില്ല. ജാമ്യം കിട്ടുകയാണെങ്കിൽ, ഒരു താക്കീതൊക്കെ ലഭിച്ച് ജാമ്യം കിട്ടി പുറത്തു വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കേട്ടോ. അത് ആ വീഡിയോ കണ്ടപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നി. ഈ കൊളസ്ട്രോൾ കൂടി, ഷുഗർ ലെവൽ കൂടും അങ്ങനെയൊക്കെ പറഞ്ഞു. ഗുളികകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഗുളികയൊന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല.
എന്നുള്ള രീതിയിലൊക്കെ ആ അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതെന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഇത്തിരി കൂളാവണം. ആളുടെ എനിക്ക് തോന്നുന്ന നല്ല ഫ്രസ്ട്രേഷൻ ഉള്ള പോലെയൊക്കെയാണ് എനിക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നിയിരുന്നത്. നല്ല ഫ്രസ്ട്രേഷൻ ചെകുത്താനെ സംബന്ധിച്ചിട്ട് ഏത് വീഡിയോ എടുത്താലും നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആൾ സംസാരിക്കാറുള്ളത്. അതൊക്കെ എന്താണ് ആളുടെ ടെൻഷൻ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇനിയും ചെകുത്താൻ വീഡിയോസ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അജു അലക്സ് അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ചെകുത്താൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷം ഉണ്ടാവും. ആ 6 വർഷം തൊട്ട് ഞാൻ ചെകുത്താൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. എനിക്ക് പ്രധാനമായിട്ടും ഏതൊരു മലയാളിയും പോലെ ഞാനൊരു ലാലേട്ടൻ ആരാധകനായതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു കാര്യം മോഹൻലാലിനെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതൊരു വീഡിയോ എടുത്താലും ലാലേട്ടനെ കളിയാക്കാത്തൊരു വീഡിയോ ഇല്ല. ലാലേട്ടൻ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വയനാട്ടിൽ പോയപ്പോൾ അടക്കം അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടിയുടെ ഒരു ഇതാണ് അവിടെ അവർക്ക് സഹായമായിട്ട് നൽകിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഏതൊരു മലയാളികൾക്കും, അതും കേരളത്തിൻ്റെ അഹങ്കാരം എന്ന് തന്നെ വിളിക്കാവുന്ന ഏത് നാട്ടിലെ ആക്ടേഴ്സിനെ എടുത്ത് നോക്കിയാലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ലാലേട്ടനെ കുറിച്ച് സംസാരിക്കാറുള്ളതാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു താരമാണ്. അതായത് നമുക്ക് കേരളീയർക്ക് അഭിമാനിക്കാൻ പറ്റുന്നത്, നമ്മുടെ അത്ര അഭിമാനത്തിൻ്റെ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള 2 താരങ്ങളാണ്, ഒന്ന് മമ്മൂക്കയും അതുപോലെ ലാലേട്ടനും. അതിൽ ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ നമ്മളെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് ആർക്കായാലും ഏതൊരു മലയാളിക്കായാലും ഇത്രയൊക്കെ പറയാനുണ്ടോ എന്ന് തോന്നി പോകും. പല വിഷയങ്ങളിലും ലാലേട്ടൻ പ്രതികരിച്ചിട്ടുള്ള ആ രീതിയെ വിമർശിക്കുന്നതിന് പകരം ആളെ തന്നെ പേഴ്സണലായിട്ട് വിമർശിക്കുകയാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ബാല അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബാല പറഞ്ഞത് ബാക്കി കൂടി നമുക്ക് കേൾക്കാം. 4 മിനിറ്റല്ലേ നമ്മൾ കേട്ടത്. ഒരുപാട് അറിയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സൗണ്ട് വരുന്നില്ല. കാര്യമാണ്. ചെറിയ ഒരു കാര്യം ചിന്തിക്കുക. നന്മ ചെയ്യുന്നവർ ചെയ്യാത്തവരെ കുറിച്ച് ഏതെങ്കിലും കമന്റ് പറയുന്നുണ്ടോ? ഇല്ല. ചെയ്യാത്തവരെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടോ? ചെയ്യുന്നവർ. പിന്നെ എന്തിനാ ചെയ്യാത്തവർ മാത്രം ചെയ്യുന്നവരെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുക, ഒരു വ്യക്തിത്വത്തെ അറ്റാക്ക് ചെയ്യുക, അവർ കുടുംബം, അവരുടെ ഭാര്യ, മക്കള്. പടത്തെ കുറിച്ച് റിവ്യൂ ചെയ്യും, ഒരു പ്രശ്നമില്ല. ആക്ടിങ്ങിനെ കുറിച്ച് റിവ്യൂ ചെയ്യും, അതെല്ലാവർക്കും റൈറ്റ്സ് ഇருக்கு. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ട്, എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു. ഒന്ന് മനസാക്ഷി തൊട്ട് നിങ്ങൾ നോക്കുക. ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അജു അലക്സ്. ബഹുമാനപ്പെട്ട ആക്ടർ സിദ്ദിഖ് സാർ, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്ന സിദ്ദിഖ് സാർ വന്നിട്ടുണ്ട്, ജയിച്ചു. ഇതേപോലെ ഇന്നൊരു യൂട്യൂബർക്ക് ഞാനാണ് കേസ് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ്, കേരള പോലീസ് സീരിയസ് ആയിട്ട് എടുത്ത് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു. അപ്പോഴും ഞാൻ എന്താ പറഞ്ഞ, ഇത് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അല്ല, കുറച്ച് നന്നാവട്ടെ. അതിനു വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് എടുത്തത്. ഇന്നലെയും ഒരു പോസ്റ്റ് ഇടാൻ പോയി, ഇമ്മീഡിയറ്റ് ഡിലീറ്റ് ചെയ്തു. ആ സന്തോഷ് വർഗിന് പറയുന്ന ഒരാൾ. ശരി, അയാൾക്ക് എന്തെങ്കിലും ഒരു മാനസികാവസ്ഥ നമുക്ക് വിടാം. ബട്ട് സർട്ടൻ പീപ്പിൾ, കുറച്ച് പേര് നമുക്ക് ഒരു இந்த ഭൂമിക്കേ ഒരു വിഷമായിട്ടിരിക്കുന്നു. അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. നടൻ സിദ്ദിഖ് സാർ എടുത്ത സ്റ്റെപ്പ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട പോലീസ് എടുത്തിരിക്കുന്ന സ്റ്റെപ്പും അറസ്റ്റ് ചെയ്തതാണ് ന്യൂസ് വരുന്നത്. കറക്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ ഒരു കാര്യത്തിലും തർക്കങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം. ഏതൊരു കാര്യത്തിലായാലും
ഇപ്പോൾ ബാല പറയുന്നത് പോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അതും അവരുടെ പേഴ്സണൽ ലൈഫൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അവരൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന യൂട്യൂബർമാരെ എന്തായാലും നിയമം കേസ് കൊടുക്കണം, അവർക്കെതിരെ കേസ് കൊടുക്കണം. അത് തന്നെയാണ് ശരിയായിട്ടുള്ള രീതി. അപ്പോൾ ബാല പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് എത്ര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്, അവിടെ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ.